നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയെ പിടിച്ചുകുലുക്കിയും ആഗോള ഊർജ്ജ വിപണിയെ സ്തംഭിപ്പിച്ചും 4 മാസത്തോളമായി തുടർന്നുവന്ന യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണാപത്രത്തിൽ ഒപ്പിട്ടു. അമേരിക്കയ്ക്കായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈസ് പ്രസിഡന്റ് JD വാൻസും ധാരണാപത്രത്തിൽ ഒപ്പിട്ടപ്പോൾ ഇറാനു വേണ്ടി പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഗർ ഖാലിബാഫാണ് ഒപ്പുവെച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഔദ്യോഗിക ഒപ്പുവയ്ക്കൽ ചടങ്ങ് വരുന്ന വെള്ളിയാഴ്ച നടക്കും. എന്നാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ അമേരിക്ക ഇസ്രയേലിന്റെ കാലുവാരിക്കൊണ്ടാണ് ഇറാനുമായി ധാരണാപത്രം ഒപ്പുവയ്ക്കാൻ ശ്രമിക്കുന്നത്. യുദ്ധത്തിന് പൂർണ്ണ സജ്ജമാകുന്നതിന് മുൻപ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേലിനെ പിന്തിരിപ്പിക്കുകയാണെന്നും പറയുന്നുണ്ട്. പൊതുവെ യുദ്ധക്കൊതിയൻ എന്ന് പേരുകേട്ട ട്രംപിന് പോലും ഇപ്പോൾ യുദ്ധം മടുത്തിരിക്കുന്നു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പും ട്രംപിനെ പുറകോട്ട് വലിക്കുന്ന ഘടകം തന്നെയാണ്. അമേരിക്കയ്ക്കുള്ളിൽ നിന്ന് തന്നെ ട്രംപിനെതിരെ യുദ്ധവിഷയത്തിൽ എതിർപ്പുകൾ വരുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഇറാനെ ഒന്ന് അനുനയിപ്പിച്ച് തടി തപ്പാനാണ് ട്രംപിന്റെ തീരുമാനം. മാത്രമല്ല, നെതന്യാഹുവിനെ നിശിതമായി വിമർശിക്കാനും ട്രംപ് മടിച്ചിട്ടില്ല. കഴിഞ്ഞ ഫെബ്രുവരിയിൽ US ഇസ്രയേൽ സംയുക്ത വ്യോമാക്രമണത്തോടെയാണ് ഇറാൻ ഇസ്രയേൽ സംഘർഷം യുദ്ധത്തിലേക്ക് വഴിമാറിയത്. ആഗോള എണ്ണ വാതക വിതരണത്തിന്റെ പ്രധാന ചരക്കുപാതയായ ഹോർമൂസ് കടലിടുക്ക് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇറാൻ പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയായിരുന്നു. ധാരണാപത്രം പ്രാബല്യത്തിൽ വരുന്നതോടെ ഈ പാതയിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഉടനടി പുനരാരംഭിക്കും. ഇത് ഘട്ടം ഘട്ടമായി പൂർണ്ണ തോതിലുമാകും. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ലോകത്തെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തിയ വിഷയങ്ങളിൽ ഒന്നായിരുന്നു അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം. പശ്ചിമേഷ്യയിലെ ഈ പ്രതിസന്ധി 3ാം ലോക മഹായുദ്ധത്തിലേക്ക് പോലും നീങ്ങുമോ എന്ന ഭയം പല രാജ്യങ്ങൾക്കും ഉണ്ടായിരുന്നു. നമ്മൾ തന്നെ പലപ്പോഴും വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരു 3ാം ലോക മഹായുദ്ധത്തിലേക്കുള്ള പോക്കാണോ എന്നുള്ള കാര്യം. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം ഇരു രാജ്യങ്ങളും ഒരു സമാധാന ധാരണയിലേക്ക് നീങ്ങുന്നതായി റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ ഒരു ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. യഥാർത്ഥത്തിൽ യുദ്ധം അവസാനിച്ചോ, അതോ ഇത് താൽക്കാലിക ഇടവേള മാത്രമാണോ? ഇന്ന് അതാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശത്രുത ഒരു ദിവസമോ ഒരു വർഷമോ പഴക്കമുള്ളതല്ല. 1979 ഇറാൻ ഇസ്ലാമിക് വിപ്ലവത്തിനു ശേഷം ഇരു രാജ്യങ്ങളും പരസ്പരം കടുത്ത എതിർപ്പിൽ തന്നെയാണ്. പതിറ്റാണ്ടുകളായി ഉപരോധങ്ങൾ, ഭീഷണികൾ, സൈനിക ഏറ്റുമുട്ടലുകൾ, രഹസ്യ ഓപ്പറേഷനുകൾ എന്നിവയെല്ലാം നടന്നിട്ടുണ്ട്. ഈ വർഷം സ്ഥിതി കൂടുതൽ സങ്കീർണമായി. പശ്ചിമേഷ്യയിലെ വിവിധ സംഘർഷങ്ങൾക്കിടയിൽ അമേരിക്കയും ഇറാനും പരസ്പരം കുറ്റപ്പെടുത്തലുകൾ ഉയർത്തി. ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷാ പ്രശ്നങ്ങളും എണ്ണക്കപ്പലുകൾക്ക് നേരെയുണ്ടായ ഭീഷണികളും ആഗോള വിപണിയെ ബാധിച്ചു. ലോക എണ്ണയുടെ വലിയൊരു ഭാഗം കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്ക് അടയുകയോ അപകടത്തിലാകുകയോ ചെയ്താൽ അതിൻ്റെ ആഘാതം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയിലും പ്രതിഫലിക്കും. ഇതോടെയാണ് ലോകശക്തികൾ ഇടപെടൽ ശക്തമാക്കിയത്. ഐക്യരാഷ്ട്രസഭയും വിവിധ മധ്യസ്ഥ രാജ്യങ്ങളും ചർച്ചകൾക്ക് പിന്തുണ നൽകി. ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം അമേരിക്കയും ഇറാനും ഒരു പ്രാഥമിക സമാധാന ധാരണയിൽ എത്തി എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇത് പൂർണ്ണമായ അന്തിമ കരാറല്ല. ഇനിയും നിരവധി കാര്യങ്ങൾ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറാന്റെ ആണവ പദ്ധതിയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള നിർണായക സമാധാന കരാറിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും ഡിജിറ്റലായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. കരാർ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അതീവ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയാണ്. വെള്ളിയാഴ്ച ജനീവയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ഇരു രാജ്യങ്ങളും നേരിട്ട് കരാറിൽ ഔദ്യോഗികമായി ഒപ്പുവെക്കും. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിച്ചതായി US പ്രസിഡന്റ് ട്രംപ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം യുറേനിയം സമ്പുഷ്ടീകരണം, ഉപരോധങ്ങൾ പിൻവലിക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ സമവായത്തിലെത്താൻ തുടർ ചർച്ചകൾ ആവശ്യമാണെന്നും ഇറാൻ വ്യക്തമാക്കി. ഇറാൻ തന്റെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്കാണെന്ന് ആവർത്തിച്ചു പറയുന്നുണ്ടെങ്കിലും അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും അതിനെ സംശയത്തോടെയാണ് കാണുന്നത്. ഭാവിയിൽ ആണവായുധ വികസനത്തിലേക്ക് ഇത് നയിക്കുമോ എന്ന ആശങ്കയാണ് അവർക്കുള്ളത്. അതിനാൽ തന്നെ അടുത്ത ഘട്ട ചർച്ചകളിൽ പ്രധാന വിഷയമാകുക ആണവ പദ്ധതിയായിരിക്കും. മറ്റൊരു നിർണായക വിഷയം സാമ്പത്തിക ഉപരോധങ്ങളാണ്. വർഷങ്ങളായി അമേരിക്ക ഇറാനെതിരെ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഉപരോധങ്ങൾ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ വലിയ രീതിയിൽ ബാധിച്ചു. എണ്ണ കയറ്റുമതി മുതൽ ബാങ്കിംഗ് ഇടപാടുകൾ വരെ പല മേഖലകളും നിയന്ത്രണങ്ങൾ നേരിട്ടു. സമാധാന കരാർ മുന്നോട്ടു പോകണമെങ്കിൽ ഈ ഉപരോധങ്ങളിൽ ഇളവുകൾ നൽകേണ്ടി വരും. എന്നാൽ അതിന് പകരമായി ഇറാൻ ചില ഉറപ്പുകൾ നൽകണമെന്ന് അമേരിക്ക ആവശ്യപ്പെടും. ഇതാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം. ഇറാനിന്മേലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കുന്നതും മരവിപ്പിച്ചു നിർത്തിയിരിക്കുന്ന ഇറാൻ ഫണ്ടുകൾ വിട്ടുകൊടുക്കുന്നതും ടെഹ്റാന്റെ ആണവ പദ്ധതി നിലപാടുകളെ ആശ്രയിച്ചിരിക്കും.
മേഖലയിലെ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ഇറാൻ ഫണ്ട് നൽകുന്നത് അവസാനിപ്പിക്കണമെന്നതാണ് US-ന്റെ പ്രധാന വ്യവസ്ഥ. ഈ ധാരണാപത്രത്തിന്റെ പൂർണ്ണരൂപം 48 മണിക്കൂറിനുള്ളിൽ പൊതുജനങ്ങൾക്ക് മുന്നിൽ ലഭ്യമാകുമെന്ന് US വ്യക്തമാക്കുന്നു. അതേസമയം വിപണികൾ ഇതിനകം തന്നെ പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സമാധാന സാധ്യത ഉയർന്നതോടെ എണ്ണവിലയിൽ ചില ഇടിവുകൾ രേഖപ്പെടുത്തി. യുദ്ധഭീഷണി കുറയുന്നതോടെ നിക്ഷേപകരും ആശ്വാസത്തിലാണ്. എന്നാൽ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് മറ്റൊന്നാണ്. പലതവണ മുമ്പും അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ചകൾ പുരോഗമിച്ചതായി തോന്നിയിട്ടുണ്ടെങ്കിലും അവസാന നിമിഷങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനാൽ ഇപ്പോൾ ലഭിക്കുന്ന വാർത്തകൾ പ്രതീക്ഷ നൽകുന്നവയാണെങ്കിലും അന്തിമ കരാർ ഒപ്പുവെക്കുന്നതുവരെ പൂർണ്ണമായ ആശ്വാസം പ്രഖ്യാപിക്കാൻ കഴിയില്ല. മറ്റൊരു പ്രശ്നം ഇസ്രയേൽ ലെബനൻ വിഷയമാണ്. ലെബനനിൽ നിന്നുള്ള ഇസ്രയേലിന്റെ സൈനിക പിന്മാറ്റം ഈ US-ഇറാൻ കരാറിലെ ഒരു വ്യവസ്ഥയല്ല എന്ന് മുതിർന്ന US ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. വരും ദിവസങ്ങളിൽ ഹിസ്ബുള്ളയിൽ നിന്നും ഉണ്ടാകുന്ന ഏതൊരു ആക്രമണത്തിനെതിരെയും സ്വയം പ്രതിരോധിക്കാൻ ഇസ്രയേലിന് പൂർണ്ണ അവകാശമുണ്ടായിരിക്കുമെന്നും അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട്. പുതിയ കരാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ ലെബനാനിലെ സമ്പൂർണ്ണ യുദ്ധവിരാമമാണ്. ദക്ഷിണ ലെബനാനിലെയും തലസ്ഥാനമായ ബെയ്റൂത്തിലെയും ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിക്കണം എന്നതാണ് അമേരിക്ക മുഖേന ഇറാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇത് ഉറപ്പാക്കേണ്ട ബാധ്യത അമേരിക്കൻ പ്രസിഡന്റിനാണ്. ലെബനാനിൽ വീണ്ടും ആക്രമണമുണ്ടായാൽ കരാർ ദുർബലപ്പെടുത്താനും ഇതിൽ നിന്നും പിന്മാറാനും ഇറാന് സാധിക്കും. കടുത്ത പ്രതിസന്ധികൾ മറികടന്ന് ഇത്തരമൊരു ധാരണയിലേക്ക് ഇരു രാജ്യങ്ങളെയും എത്തിക്കുന്നതിൽ പാകിസ്ഥാനും ഖത്തറും വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. സമാധാന നീക്കങ്ങളോട് അമേരിക്കയും ഇറാനും പൂർണ്ണമായും ചേർന്നു നിൽക്കുമ്പോഴും ഇസ്രയേൽ ഇതിൽ വലിയ അതൃപ്തിയിൽ തന്നെയാണ്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ളവർ കരാറിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു. ഈ കരാർ പശ്ചിമേഷ്യയിൽ ഇറാന്റെ സ്വാധീനവും മേൽക്കോയ്മയും വർദ്ധിപ്പിക്കുമെന്നും ഇസ്രയേലിന്റെ താൽപ്പര്യങ്ങളെ അമേരിക്ക പൂർണ്ണമായും അവഗണിച്ചു എന്നുമാണ് ഇസ്രയേൽ മാധ്യമങ്ങൾ കുറ്റപ്പെടുത്തുന്നത്. ബെൻഗൂറിനെ പോലുള്ള തീവ്ര വലതുപക്ഷ ഇസ്രയേൽ മന്ത്രിമാർ ഇറാനെതിരെ സ്വന്തം നിലയ്ക്ക് ആക്രമണം തുടരണം എന്ന് വാദിക്കുന്നവരാണ്. കരാർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇറാൻ ആണവായുധം സ്വന്തമാക്കുന്നത് തടയാനുള്ള പോരാട്ടം തുടരുമെന്ന് തന്നെ ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുകയും ചെയ്തു. താൻ പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്തോളം ഇറാൻ ആണവായുധം നേടില്ല. ഇസ്രയേലിന് നേരെ ഉണ്ടായിരുന്ന ഉന്മൂലന ഭീഷണി ഇല്ലാതാക്കാൻ കഴിഞ്ഞതാണ് സർക്കാരിൻ്റെ നേട്ടം. ഡൊണാൾഡ് ട്രംപുമായി ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഇസ്രയേലിൻ്റെ സുരക്ഷയ്ക്കാണ് പ്രഥമ പരിഗണനയെന്നും നെതന്യാഹു വിശദീകരിച്ചു. രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കായി ഗാസയിലും ലബനാനിലും സിറിയയിലും സുരക്ഷാ മേഖലകൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നും തെക്കൻ ലബനാനിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നെതന്യാഹുവിൻ്റെ അഹങ്കാരത്തിൻ്റെയും അന്ധതയുടെയും വിലയാണ് ഇസ്രയേൽ ഇപ്പോൾ നൽകുന്നതെന്ന് മുൻ പ്രധാനമന്ത്രി യഹൂദ് ബരാക്ക് കുറ്റപ്പെടുത്തി. കരാറിലൂടെ ഇറാൻ കൂടുതൽ കരുത്താർജിച്ചപ്പോൾ ഇസ്രയേൽ ദുർബലമായെന്നും ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം നെതന്യാഹുവിനാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രയേലിൻ്റെ വിദേശ സുരക്ഷാ നയങ്ങളിലുണ്ടായ ഏറ്റവും വലിയ പരാജയമാണിതെന്ന് പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡ് വിമർശിച്ചു. ഒക്ടോബർ 7 കൂട്ടക്കുരുതിക്ക് ശേഷം ഇറാന് മുന്നിൽ ഇസ്രയേൽ ചരിത്രപരമായ പരാജയം ഏറ്റുവാങ്ങിയെന്ന് മുൻ പ്രധാനമന്ത്രി നഫ്താലി ബെനറ്റ് ആരോപിച്ചു. താനായിരുന്നു സ്ഥാനത്തെങ്കിൽ ട്രംപുമായുള്ള ബന്ധം ഉപയോഗിച്ച് ഇസ്രയേലിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള കരാർ ഇസ്രയേലിന് ബാധകമല്ലെന്ന് ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗൂർ വ്യക്തമാക്കി. ഇസ്രയേൽ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാണെന്നും ഹിസ്ബുള്ളയെ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിൽ വിട്ടുവീഴ്ചയൊന്നും തന്നെയില്ലെന്നും അദ്ദേഹം പറയുന്നു. ലെബനാനിൽ സൈനിക സാന്നിധ്യം തുടരുമെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സും വ്യക്തമാക്കിയിട്ടുണ്ട്. ലെബനാനിൽ നിന്നുള്ള ഹിസ്ബുള്ളയുടെ ഒരു റോക്കറ്റ് ആക്രമണം മതി നെതന്യാഹുവിന് മേൽ കടുത്ത സമ്മർദ്ദം സൃഷ്ടിക്കാനെന്നും ഇത് ഇറാനാണ് മുൻതൂക്കം നൽകുന്നതെന്നും മുൻ US അംബാസഡർ ഡാനിയൽ ഷാപിറോ നിരീക്ഷിച്ചു. ഇറാൻ ആണവ മിസൈൽ പദ്ധതികൾ പുനരാരംഭിച്ചാൽ അമേരിക്കയുടെ സഹായമില്ലാതെ തന്നെ ഇസ്രയേൽ ആക്രമണം നടത്തുമെന്ന് ജെറുസലേം സെന്റർ ഫോർ സെക്യൂരിറ്റി ആൻഡ് ഫോറിൻ അഫയേഴ്സ് CEO സഗീവ് സ്റ്റെയിൻബർഗ് മുന്നറിയിപ്പ് നൽകി. ഇറാനിൽ തന്നെ കുറഞ്ഞ തോതിൽ യുറേനിയം സമ്പുഷ്ടീകരിക്കാൻ കരാർ അനുവദിക്കുന്നത് ഭാവിയിൽ വലിയ ഭീഷണിയാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഇതേസമയം ലെബനാൻ ഈ കരാറിന്റെ ഭാഗമല്ലെന്നും ഹിസ്ബുള്ളയ്ക്കെതിരായ നടപടികൾ തുടരുമെന്നും ഇന്ത്യയിലെ ഇസ്രയേൽ സ്ഥാനപതി റൂബൻ അസാർ വ്യക്തമാക്കി. ഇറാനിലെ ഭരണമാറ്റമല്ല, മറിച്ച് ആണവ മിസൈൽ ഭീഷണികൾ ഇല്ലാതാക്കുകയാണ് ഇസ്രയേലിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറയുന്നു. US-ലെ ഡെമോക്രാറ്റിക് പ്രതിനിധികളും കരാറിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. 2015 ബരാക് ഒബാമ ഒപ്പുവെച്ച കരാറിനേക്കാൾ മികച്ചതാണ് ഇതെന്ന് ട്രംപ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇത് അമേരിക്കൻ താൽപ്പര്യങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ഡെമോക്രാറ്റുകൾ മുന്നറിയിപ്പ് നൽകുന്നത്.
അതേസമയം കരാറുമായി ബന്ധപ്പെട്ട് നെതന്യാഹുവുമായി ട്രംപ് കടുത്ത ഭാഷയിൽ സംസാരിച്ചുവെന്നും നിലവിലെ രീതിയിലാണ് ഇസ്രയേൽ മുന്നോട്ടു പോകുന്നതെങ്കിൽ മറ്റു ചില തീരുമാനങ്ങൾ അമേരിക്കയ്ക്ക് എടുക്കേണ്ടി വരുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതായും റിപ്പോർട്ടുകളുണ്ട്. എതിർപ്പുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും അമേരിക്കയുടെ കർശന നിലപാടുകൾ കാരണം ഇസ്രയേലിന് ഈ കരാറുമായി സഹകരിക്കേണ്ടി വരുമെന്നും സമാധാന കരാർ വലിയ ആശങ്കകളൊന്നുമില്ലാതെ മുന്നോട്ടു പോകുമെന്നുമാണ് വിലയിരുത്തൽ. ലോകരാജ്യങ്ങൾ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അടുത്ത ഏതാനും ദിവസങ്ങളിലേക്കാണ്. പ്രത്യേകിച്ച് ജൂൺ 19 ഏറെ നിർണായക ദിവസമായി അന്ന് കണക്കാക്കപ്പെടുന്നു. അന്നുണ്ടാക്കുന്ന തീരുമാനങ്ങൾ പശ്ചിമേഷ്യയുടെ ഭാവി രാഷ്ട്രീയത്തെയും ആഗോള സമ്പദ് വ്യവസ്ഥയെയും സ്വാധീനിച്ചേക്കും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവവികാസങ്ങൾ വളരെ പ്രധാനമാണ്. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയും എണ്ണ ഇറക്കുമതിയും പശ്ചിമേഷ്യയിലെ സ്ഥിരതയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ സംഘർഷം കുറയുന്നത് ഇന്ത്യക്കും ഗുണകരമാണ്. അവസാനമായി പറയുകയാണെങ്കിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കപ്പെടുന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എന്നാൽ ആ വഴിയിൽ ഇപ്പോഴും നിരവധി വെല്ലുവിളികൾ ബാക്കിയുണ്ട്. സമാധാന കരാർ യാഥാർത്ഥ്യമാകുമോ? ആണവ വിഷയത്തിൽ ഒത്തുതീർപ്പുണ്ടാകുമോ? ഉപരോധങ്ങൾ നീക്കപ്പെടുമോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് അടുത്ത ദിവസങ്ങളിൽ ലോകരാഷ്ട്രീയം നിർണ്ണയിക്കാൻ പോകുന്നത്.